അപ്പൊ ഇങ്ങോട്ടൊന്ന് നോക്കാം നിങ്ങള്, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാട്ടില്ലേ. അപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റിയ, കേൾക്കാൻ പറ്റിയ നല്ലൊരു അറിവ് നിങ്ങൾ കേട്ടോളി. ആരും സ്കിപ്പ് ചെയ്ത് പോണ്ട. ഇത് ഒരു രസകരമായ ചരിത്രമാണ്, കേട്ടോളിട്ടില്ലേ. ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീക്ക് രാജാവിന്റെ കൊട്ടാരമൊക്കെ തൂത്ത് വൃത്തിയാക്കാണ് ജോലി. അപ്പോൾ ഒരു ദിവസം രാജാവ് കൊട്ടാരം വിട്ട് പുറത്തു പോയ സമയത്ത് ഈ അടിമ സ്ത്രീ എന്ത് ചെയ്തെന്നറിയോ? രാജാവിന്റെ റൂമിലേക്ക് കയറി ചെന്നു. വളരെ മനോഹരമായൊരു ചരിത്രമാണത്. ഇതെല്ലാവരും കേട്ടോളി. ഒരു ചരിത്രത്തിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മളെ ചിന്തയെ കൊണ്ടുപോകാം. അപ്പോൾ രാജാവ് പുറത്തു പോയ സമയത്ത് ഈ അടിമ സ്ത്രീ രാജാവിന്റെ റൂമിലേക്ക് കയറി ചെന്നു. എന്തിന്? അവിടേക്ക് അങ്ങനെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ രാജാവ് കടക്കുന്ന പരുപരുത്ത മെത്ത കണ്ടപ്പോ, ബെഡ് കണ്ടപ്പോ ഈ അടിമ സ്ത്രീക്ക് ആ ബെഡിലൊന്ന് ഇരിക്കാൻ തോന്നി. അങ്ങനെ ഈ അടിമ സ്ത്രീ ആ ബെഡിൽ പോയിട്ട് ഇരുന്നു. ഇരുന്നപ്പോ ആ സുഖം കൊണ്ട് അടിമ സ്ത്രീക്ക് ആ ബെഡിലൊന്ന് കടക്കാൻ തോന്നി. അങ്ങനെ കടന്നപ്പോ ഈ അടിമ സ്ത്രീ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് രാജാവ് കൊട്ടാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ രാജാവ് റൂമിലേക്ക് കയറിയപ്പോൾ കാണുന്നത് ഈ അടിമ സ്ത്രീ രാജാവിന്റെ ബെഡിൽ കിടക്കുന്നതാ. രാജാവിന് ദേഷ്യം വന്നിട്ട് ചാട്ടവാറെടുത്തിട്ട് രാജാവ് അടിമ സ്ത്രീ അടിച്ചു. അടിമ സ്ത്രീ ആ വേദന കൊണ്ട് നെട്ടി ഉണർന്നു. ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു. രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് ചോദിച്ചു, നീ എന്തിനാണ് ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തത്? അപ്പോ അടിമസ്ത്രീ പറഞ്ഞുത്രേ, ഈ ദുനിയാവിന്റെ സുഖലോലുപതയിൽ ഒരു അല്പനേരം ഞാൻ കടന്നപ്പോ എനിക്ക് ഇത്രത്തോളം അടി കിട്ടിയെങ്കിൽ അള്ളാനെ മറന്നുകൊണ്ട് ഈ പരുപരുത്ത മെത്തയിൽ കാലങ്ങളോളം കടക്കുന്ന നിങ്ങളെ ജബാനിയാക്കളായ മലക്കുകൾ എത്രത്തോളം അടിക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ട് ചിരിച്ചു പോയതാണ്. രാജാവിന്റെ ഹൃദയമൊന്ന് പടച്ചു. അങ്ങനെയാണ് ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഹൃദയത്തേക്ക് അങ്ങോട്ട് കയറും അല്ലേ. രാജാവിന്റെ ഹൃദയത്തിലേക്ക് അറബിക്കടലിന്റെ തിരമാലകൾ കരയിലേക്ക് ആനടിക്കുന്നത് പോലെ രാജാവിന്റെ ഹൃദയത്തിലേക്ക് ആ വർത്തമാനം ഇങ്ങനെ ആനടിക്കാൻ തുടങ്ങി. അന്ന് രാത്രി രാജാവ് കരിമ്പുതം പുതച്ച് കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി. അങ്ങനെ അള്ളാനെ ആലോചിച്ചിട്ട് വലിയ ആളായിട്ട് മാറി. ഈ ദുനിയാവിനോടുള്ള മോഹം നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈമാന്റെ രുചി അനുഭവിക്കാൻ കഴിയൂല.